കോതമംഗലത്ത് വിദ്യ MLA എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡുകൾ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. ഫുൾ A+ ജേതാക്കളെയും സർവകലാശാല റാങ്ക് ജേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും വിവിധ സർവകലാശാലകളിലെ റാങ്ക് ജേതാക്കളെയും ആദരിക്കുന്ന വിദ്യ MLA എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് 2025-26 വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിലായിരുന്നു അവാർഡ് സമർപ്പണ സമ്മേളനം. ഷിബു തെക്കുംപുറം MLA അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം അവരെ അതിന് പ്രാപ്തമാക്കിയ സ്കൂളുകൾ, അധ്യാപകർ, അതിലൊക്കെ ഉപരിയായി വളരെ അഭിമാനത്തോടെ ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാവരും ഈ അഭിനന്ദനത്തിന് അർഹർ തന്നെയാണ്. SSLCയിലും +2ലും എല്ലാ വിഷയത്തിലും A+ മേടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഞാൻ ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന ആർക്കെങ്കിലും അത് സാധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ആർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവാൻ വഴിയില്ല. ചിലപ്പോൾ മഞ്ജുവാര്യർക്കും കളക്ടർക്കും ഒക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടോ. പക്ഷെ ഞങ്ങൾ പറയുന്നത് കാരണം ഷിബു തെക്കുംപുറമൊന്നും അന്ന് അത് സാധിക്കാത്ത ആളൊന്നുമല്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അന്ന് A+ അല്ല, അന്ന് മാർക്കാണ്. SSLCയുടെ റിസൾട്ട് വരുമ്പോൾ 210 മാർക്കുണ്ടോ എന്നിങ്ങനെ ആകാംക്ഷയോടെ ടെൻഷൻ അടിച്ച് പത്രത്തിൽ നോക്കിയിരുന്ന ഒരു കാലഘട്ടം പലർക്കും ഓർമ്മയുണ്ടോ? അങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിച്ചവർക്ക് ഇപ്പൊ താഴെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആ ടെൻഷൻ ഓർത്തിട്ട് 210 മാർക്ക് മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്സാകാനാണ്. പാസ്സായതിന്റെ വലിയ കാര്യമാണ്. അന്ന് പിന്നെ 360 മാർക്ക് മേടിച്ചാൽ ഫസ്റ്റ് ക്ലാസ് ആണ്, 480 കിട്ടിയാൽ ഡിസ്റ്റിങ്ഷൻ ആണ്. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഞാൻ ഈ ഫ്ലെക്സ് അടിച്ച് വയ്ക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ആകെ സംഭവിക്കുന്നത് 10ാം ക്ലാസ് ഒരാൾ പാസ്സായി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒക്കെ മേടിച്ചാൽ ഇങ്ങനെ കവലെ കൂടെ നടന്നു പോകുമ്പോൾ ചായക്കടയിലിരിക്കുന്ന ചേട്ടന്മാർ പറയുന്നത് ആ പയ്യൻ 10ാം ക്ലാസ് പാസ്സായി കേട്ടോ എന്ന് പറയും. കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് വിജയത്തിന്റെ അടിത്തറയെന്നും വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറണമെന്നും മന്ത്രി പറഞ്ഞു. അറിവും മൂല്യബോധവും ഒരുപോലെ വളർത്തിയെടുക്കുന്ന തലമുറയാണ് നാടിന്റെ ശക്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെയുള്ള ചടങ്ങിൽ നിങ്ങളോടൊക്കെ സംസാരിച്ചതാണ്. അതിനപ്പുറത്ത് കൂടുതലായിട്ടൊന്നും ഇന്നത്തെ ദിവസവും എനിക്ക് പറയാനായിട്ടില്ല. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ച 2 കാര്യം. ഒന്ന്, കോതമംഗലംകാർ വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഇവിടെ മന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ആഗ്രഹിച്ച ധാരാളം പദ്ധതികളും ധാരാളം നേട്ടങ്ങളുമൊക്കെ ഇന്ന് പ്രിയപ്പെട്ട ശ്രീ ഷിബു തെക്കുംപുറം MLA ആയ ശേഷം ഈ നാടിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കാത്തിരുന്ന പല പദ്ധതികളും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പം അതിൽ വലിയ ഭാഗ്യം ചെയ്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒത്തിരി അവാർഡ് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. ഞാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇതുപോലെയുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളാണ്. മന്ത്രി ധാരാളം പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ്. സെലിബ്രിറ്റി ഗസ്റ്റായിരുന്ന സിനിമാ താരം മഞ്ജു വാര്യർ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല സ്വന്തം അഭിരുചിക്കും കഴിവിനുമനുസരിച്ച് പഠന തൊഴിൽ മേഖല തിരഞ്ഞെടുക്കണമെന്നും അതാണ് യഥാർത്ഥ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. പലധികം പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഔദ്യോഗികമായി MLA ആയി സ്ഥാനമേറ്റതിന് ശേഷം എന്നെ ക്ഷണിക്കുന്ന ആദ്യത്തെ ഒരു ചടങ്ങാണ് ഇത് എന്നുള്ളൊരു വലിയ സന്തോഷം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ വേദിയിൽ ഞാൻ അടുത്തിരുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ ഷിബു തെക്കുംപുറത്തിൻ്റെ അടുത്താണ്. ആ ഒരു വലിയ സന്തോഷമുണ്ട്. ഈ എപ്പോഴും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ, നമ്മുടെ മിനിസ്റ്ററോട് പറഞ്ഞതുപോലെ നാടിൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത്, നാടിന് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് നിങ്ങളെ പോലെയുള്ള യുവ തലമുറകൾക്കാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു
ജില്ലാ കളക്ടർ പ്രിയങ്ക ജി IAS മുഖ്യാതിഥിയായിരുന്നു. ഫുൾ A+ ജേതാക്കളെയും സർവകലാശാല റാങ്ക് ജേതാക്കളെയും ഉപഹാരങ്ങളും മൊമെന്റോകളും നൽകി ആദരിച്ചു. ഇന്ന് 10th-ലും 12th-ലും A+ നേടിയ എല്ലാ കുട്ടികൾക്കും എന്റെ അഭിനന്ദനങ്ങളാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. This is a moment for celebration because life എപ്പോഴും കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. But these are the moments where we stop. നമ്മുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളെല്ലാവരുടെ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് ഇതിൽ പിന്നിലുണ്ട്. നിങ്ങളെല്ലാവരും ഈ മൊമെന്റിനെ ഒന്ന് എൻജോയ് ചെയ്യണം. ബിക്കോസ് ലൈഫ് വിൽ കണ്ടിന്യൂ. 12th വരും, പിന്നെ ഡിഗ്രി വരും, മറ്റുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ യു ഹാവ് ടു സ്റ്റോപ്പ് അറ്റ് ദിസ് മൊമെന്റ് റൈറ്റ് നൗ ആൻഡ് എൻജോയ്. ഐ ഓൾസോ കൺഗ്രാറ്റുലേറ്റ് ഇതിൽ പിന്നിൽ നിന്ന എല്ലാ സ്കൂളുടെ അംഗങ്ങൾ, സ്കൂൾ അധ്യാപകർ, ഏറ്റവും അഭിമാനപരമായിട്ടുള്ള പേരൻസ്, രക്ഷിതാക്കൾ എല്ലാവർക്കും വേണ്ടി കൺഗ്രാറ്റുലേഷൻസ് ആണ്. ഇന്ന് ഒരു 2 കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇനിയുള്ള താങ്കളുടെ ലൈഫ് മുമ്പോട്ട് നന്നായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു 2 വാക്കുകൾ എന്റെ ഭാഗത്ത് തന്നെ. ഒന്നാമത്തത് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആണ്, അല്ലെ? റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം. രണ്ടാമത്തത് റൈറ്റ് സ്ട്രാറ്റജി. ഈ ആറ്റിറ്റ്യൂഡ് സ്ട്രാറ്റജി ശരിയായിട്ട് മുമ്പോട്ട് പോയാൽ നിങ്ങൾ കുറെ കൂടി മുന്നോട്ട് ലൈഫിൽ തന്നെ റോജി മിനിസ്റ്റർ പറഞ്ഞത് പോലെ ലൈഫിൽ തന്നെ A+ നേടാൻ പറ്റും. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയോജകമണ്ഡലമാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ A+ കിട്ടിയ, ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ച, എല്ലാ തരത്തിലും ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാലയങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ അഭിമാനത്തോടുകൂടി പറയട്ടെ, ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിജയം നേടിയ നിയോജകമണ്ഡലങ്ങളിൽ ഒന്നാണ് കോതമംഗലം. കോതമംഗലത്തിന്റെ ചുണക്കുട്ടികളെയും ചുണക്കുട്ടന്മാരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങൾ ഏതാണ്ട് 19 വിദ്യാലയങ്ങളാണ് 10ാം ക്ലാസ്സിൽ മുഴുവൻ കുട്ടികളെയും വിജയിപ്പിച്ചത്. നമുക്ക് അഭിമാനമായ 19 വിദ്യാലയങ്ങൾ നിൽക്കുകയും അതോടൊപ്പം തന്നെ എയ്ഡഡ് മേഖലയിൽ സെന്റ് ആൻസീസ് സ്കൂള് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാലയം സെന്റ് ആൻസീസ് സ്കൂള് നമുക്ക് അഭിമാനമാണ് എടുത്തു പറയുന്നത്. അതോടൊപ്പം മാർഗരറ്റ് സ്കൂള് +2-ന് ഏറ്റവും കൂടുതൽ നേട്ടമാണ് കൈവരിക്കാൻ മാർഗരറ്റ് സ്കൂളിന് കഴിഞ്ഞത്. ആ സ്കൂളും നമ്മുടെ നിയോജകമണ്ഡലത്തിന് വലിയ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ചെറുവട്ടൂര് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ എടുത്തു പറയട്ടെ, നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ അഭിമാനവും പ്രതീക്ഷയുമാണ് ആ വിദ്യാലയം. +2-നും അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ A+ നേടുകയും മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സർക്കാർ വിദ്യാലയം എന്ന നിലയ്ക്ക് മികച്ച പെർഫോമൻസ് ആണ് ചെറുവട്ടൂർ സ്കൂള് നേടിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.